മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിൽ KPCC യോഗത്തിൽ വിമർശനം. ബന്ധുക്കളെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നുവെന്ന് MM ഹസൻ പറഞ്ഞു. സർക്കാരിനെതിരെയും പാർട്ടിയെയും ഏകോപിപ്പിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് KPCCയിൽ ആവശ്യമുയർന്നു. ശുപാർശകളുമായി വരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ വ്യക്തമാക്കി. അതേസമയം KPCC പ്രസിഡന്റ് പദവിയൊഴിയാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, സണ്ണി ജോസഫിന് KPCC യോഗത്തിൽ വിമർശനം നേരിടേണ്ടി വരുന്നു. പാർട്ടിയുടെ അധ്യക്ഷൻ ആണ് എന്നതുകൂടി പ്രധാനമാണ് പാർട്ടി യോഗത്തിൽ വിമർശനം കേൾക്കേണ്ടി വരുന്നത്. അത് ഇന്ന് ചേർന്ന KPCCയുടെ വിശാല നേതൃയോഗത്തിലാണ് സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിലുള്ള വിമർശനം. അത് മുൻ KPCC അധ്യക്ഷനായ MM ഹസന്റെ ഭാഗത്താണ് വിമർശനമുയർന്നത്. മന്ത്രിയുടെ ബന്ധുക്കളെ നിയമിക്കുമ്പോൾ, പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കുമ്പോൾ നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയായതിനു ശേഷം പരിശോധിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു വിമർശനം. അതേസമയം തന്നെ മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ യോഗത്തിൽ വെച്ചു. അതിലൊന്ന്, ഈ ശുപാർശകളുമായി നേതാക്കൾ വരുമ്പോൾ അത് സ്വയം പരിശോധിക്കണം. നേരത്തെ 10 വർഷക്കാലം LDF സർക്കാരിന്റെ കാലത്ത് UDF പ്രവർത്തകരെ ക്രൂരമായി ബോധപൂർവം വേട്ടയാടിയവർക്ക് വേണ്ടി ശുപാർശയുമായി വരാൻ പാടില്ല. ശുപാർശകളൊക്കെ മന്ത്രിമാരുടെ ഓഫീസുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപ്പിലാക്കൂ. എന്നാൽ പോലും സ്വയം ഒരു വിലയിരുത്തൽ അനിവാര്യമാണെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ സർക്കാരും പാർട്ടിയും തമ്മിൽ ഏകോപിപ്പിക്കാൻ പ്രത്യേക ഒരു കമ്മിറ്റി വേണമെന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതിനെ PJ കുര്യാനും MM ഹസൻ അടക്കമുള്ള നേതാക്കൾ പിന്തുണച്ചു. ഹൈക്കമാൻഡ് അതിന് മുൻകൈ എടുക്കണമെന്ന ആവശ്യം കൂടിയാണ് മുന്നോട്ട് വെച്ചത്. ഇപ്പോഴും KPCC ആസ്ഥാനത്ത് യോഗം തുടരുകയാണ്. മാധു, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. സണ്ണി ജോസഫിന് KPCC യോഗത്തിൽ വിമർശനം.